പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ ജപ്തി നടപടികൾ നേരിട്ടവർക്ക് സംഘടനയുമായുള്ള ബന്ധം സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ജപ്തി ചെയ്ത വസ്തുവകകളുടെ വിശദാംശങ്ങൾ അറിയിക്കാനും കോടതി ആവശ്യപ്പെട്ടു. അതേസമയം ആളുമാറി നടപടി നേരിട്ടവർക്കടക്കം കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട് സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. നടപടി നേരിട്ട വ്യക്തികൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം, സർക്കാർ സമർപ്പിച്ച വസ്തുവകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടത്. ആളുമാറി ജപ്തി നടപടി ഉണ്ടായ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൂടിയാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, CP മുഹമ്മദ് നിയാസ് എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ നിർദ്ദേശം. അതേസമയം കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം സ്വദേശി TP യൂസഫ് കോടതിയിൽ അപേക്ഷ നൽകി. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലെന്നും സംഘടനയുടെ ആശയങ്ങളെ എതിർക്കുന്ന ആളാണ് താനെന്നും ഹർജിയിൽ യൂസഫ് വ്യക്തമാക്കുന്നു. എന്നാൽ തന്റെ വസ്തുവകകളും ജപ്തി ചെയ്യാൻ നോട്ടീസ് നൽകിയെന്നും ഹർജിയിൽ യൂസഫ് വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി 248 പേരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നാണ് സർക്കാർ കോടതിയിൽ അറിയിച്ചത്. മലപ്പുറത്താണ് കൂടുതൽ ജപ്തി നടപടികളെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആളുമാറി ജപ്തി നടപടികൾ ഉണ്ടായ സംഭവത്തിൽ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. കേസ് ഫെബ്രുവരി 2 വീണ്ടും പരിഗണിക്കും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.